ഇതുപോലെ ഓടിക്കുന്ന ഒരു പരിപാടി വരുന്നു. 50 രൂപ മുടക്കി ഇട്ട് 50 രൂപ ഭാഗ്യം. അത് ഇവിടുത്തെ കണക്കായത്. സർക്കാരിന്റെ ഒരു ബുദ്ധി. അങ്ങനെ മനുഷ്യരെ കളിപ്പിക്കലെന്ന് പറ, അങ്ങനെ കൊടുക്കലെന്ന് പറ. ഇപ്പോ ഞാൻ ഇത് തുടങ്ങി ഇപ്പോൾ പുതിയ ടിക്കറ്റ് ഇറങ്ങിയ ശേഷം എൻ്റെ കയ്യിലുണ്ട് 12,000 രൂപ പോയി കിട്ടി. എടുക്കുന്നവൻ എടുത്താൽ മതി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ധാർഷ്ട്യം ഉണ്ടെങ്കിലോ സർക്കാരിന്? എടുക്കുന്നവൻ നിർത്തിയാക്കാൻ പറയണം. സർക്കാരിന്റെ ഗുണം നിർത്തിയാക്കണം അല്ലേ? പിന്നല്ല അടിച്ചിറക്കരുത്. അടിച്ചിറക്കിയ ഒരു വിഷയമില്ല. ഈ ഇല്ലേ എലിയെ പേടിച്ച് ഇല്ലത്തിന് തീ വെച്ചാൽ എലി ചാടി ഇല്ല പോകുള്ളൂ അല്ലേ? തൊഴിലാളി അവനെങ്ങനെയെങ്കിലും ജീവിക്കും തീർച്ചയായിട്ടും. ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ചേട്ടാ? മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചുമ്മാ വെറുതെ നടക്കും. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ പണിക്ക് പോകണോ? ഇപ്പൊ വേറെ എന്ത് ചെയ്യാൻ? ഇത് ഇപ്പൊ കയ്യിലുണ്ട് നഷ്ടം വരുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചേട്ടാ നമസ്കാരം, പേരെന്താ? എൻ്റെ പേര് സെൽവൻ. എത്ര ആളായി ലോട്ടറി കച്ചവടം? നമ്മ ഈ ലോട്ടറി കച്ചവടം ചെയ്തിട്ട് 1 കൊല്ലമായി. 1 കൊല്ലമായി. ഇപ്പൊ ഈ 1 കൊല്ലത്തിനിടയിൽ വന്നൊരു സുപ്രധാന മാറ്റമാണ് ഈ മാസം തൊട്ട് 2-ാം തീയതി തൊട്ട് ലോട്ടറിയുടെ വില 50 രൂപയായി. മാത്രമല്ല ഈ പറയുന്ന സമ്മാനത്തുകകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നടന്നു വിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ എങ്ങനെ ബാധിച്ചു ചേട്ടാ ഈ ഒരു കാര്യം? ഇത് ഇപ്പോൾ ഞാൻ ഇത് തുടങ്ങി ഇപ്പോൾ പുതിയ ടിക്കറ്റ് ഇറങ്ങിയ ശേഷം എൻ്റെ കയ്യിലുണ്ട് 12,000 രൂപ പോയി കിട്ടി. 12,000 രൂപ ഇത്രയും ദിവസത്തിനുള്ളിൽ? ഇത്രയും ദിവസത്തിനുള്ള 12,000 രൂപ എൻ്റെ കയ്യിലുണ്ട് പോയി കിട്ടി. കാരണം ടിക്കറ്റ് വിൽക്കുന്നില്ല. 50 രൂപ 5 എടുക്കുന്നത് 2 എടുക്കുന്നുള്ളൂ. 2 എടുക്കുന്നുള്ളൂ. പ്രൈസേ ഇല്ല. ഇതുവരെ നമ്മൾ ഈ 5 ദിവസം വിറ്റിട്ട് ഒരു പ്രൈസേ ഇല്ലായിരുന്നു. പ്രൈസ് ഇല്ല. പ്രൈസ് തന്നെയാണ് അവർ പ്രൈസ് അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിറ്റ ടിക്കറ്റിൽ നമുക്ക് പ്രൈസ് ഇല്ല. 5 ദിവസമായിട്ട് ഒരു പ്രൈസേ ഇല്ലായിരുന്നു. ഒരു പ്രൈസ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ പെട്ടെന്നായി പോയോ? ചേട്ടൻ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ഈ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയിൽ എൻ്റെ കയ്യിലുണ്ട് 12,000 പോയപ്പോൾ നമ്മൾ വന്നിട്ട് ടിക്കറ്റ് വൈകുന്നേരം 3 മണിയായപ്പോൾ ടിക്കറ്റ് മടക്കി പോയിക്കല്ലായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നില്ല ചേട്ടൻ ഓരോ ദിവസം എത്ര ടിക്കറ്റ് എടുത്തു? ഒരു ദിവസം 60 ടിക്കറ്റ് വയ്ക്കത്തുള്ളൂ. ഇപ്പൊ എത്ര ബാക്കി വരുന്നുണ്ട്? മുമ്പ് എത്ര പോയിരുന്നു? ഇപ്പൊ എന്നാണ് ഞാനൊക്കെ ഇന്നലെ വന്നിട്ട് 22 ടിക്കറ്റ് ബാക്കി 60 ടിക്കറ്റില്. മെലിഞ്ഞാന്ന് വന്നിട്ട് 23 ടിക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ 12 ടിക്കറ്റ് ബാക്കി ഉണ്ടായി. ഇന്ന് ഇപ്പോ 2, 3, 4, 5, 6, 7, 8, 9 ടിക്കറ്റ് ഉണ്ട്. 450 രൂപയുടെ ടിക്കറ്റ് ബാക്കി. കാരണം നമ്മൾ 60 ടിക്കറ്റ് വിൽക്കുന്ന സമയത്തിൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. നമ്മ ഒരു മേശിരി പണിയായിരുന്നു. നിലയിലുണ്ട് വീണ് കൈക്ക് ഒരു ക്രാക്ക് പറ്റിയ ശേഷമാണ് നമ്മൾ ഈ തൊഴിൽ ഇറങ്ങിയത്. 1 കൊല്ലമായി. പിന്നെ ചേട്ടനോട് ഒരു കാര്യം ചെയ്യട്ടെ, ഇനിയിപ്പോ ഏത് തരത്തില് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് പരിഹരിക്കാൻ പറ്റുന്ന ചേട്ടന് തോന്നണേ? അതില്ല, ഇനി നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇതിലെ നമ്മ ഇനി ടിക്കറ്റ് എടുക്കാൻ കാശില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരിപാടി നിർത്തും. അപ്പോൾ ഈ 40 രൂപയിലോട്ട് പോകണം എന്നാണോ പറയുന്നത്? അത് എന്ത് പറയുന്നുള്ള അത് സർക്കാരിന്റെ തീരുമാനം. അതിന്റെ തീരുമാനം നമുക്ക് പറയാനായിട്ടുള്ള അർഹതയില്ല, നമ്മൾ പറയത്തുമില്ല. ചേട്ടനപ്പോൾ ഒരുപാട് നഷ്ടം ഉണ്ടാക്കി ഇത്രയും ദിവസത്തിനുള്ളിൽ അല്ലേ? ഇത്രയും ദിവസം അടിക്കണതിനൊക്കെ 40 രൂപ ടിക്കറ്റ് ഉള്ള സമയത്തിൽ ഏതെങ്കിലും ചെറിയൊരു പ്രൈസെങ്കിലും ഉണ്ടായിരിക്കും. നമ്മൾ 60 ടിക്കറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പം ഈ പുതിയ ടിക്കറ്റിന്റെ ശേഷം ഇതുവരെ എനിക്ക് വന്നിട്ട് ഒരു ഗ്യാരണ്ടി പോലെ ഈ 60 ടിക്കറ്റിൽ അടിച്ചിട്ട് ഡെയിലി 10-12 ടിക്കറ്റ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലേ, ഇപ്പോൾ 9 ടിക്കറ്റ് കയ്യിലിരിപ്പോൾ. അപ്പോൾ ഞാൻ ചോട്ടെ, ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ചേട്ടാ? മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചുമ്മാ വെറുതെ നടക്കും. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പണിക്ക് പോകണോ? ഇപ്പോൾ വേറെ എന്ത് ചെയ്യാൻ? ഇതിപ്പോൾ കയ്യിലുണ്ട് നഷ്ടം വരുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലെ ഓടിക്കുന്ന ഒരു പരിപാടി വരുന്നു. ഇല്ല. ഒരു 2 മാസം കൂടുമ്പോഴത്തേക്ക് കൊല്ലം 10-500 രൂപ കിട്ടും. 2 മാസം കൂടുമ്പോൾ ഈ 50 രൂപ ആക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഒരാവശ്യമില്ല. ഇനി 50 രൂപ ആക്കിയാൽ തന്നെ 5000 ഒക്കെ ഇങ്ങനെ കുറച്ചത് എന്ത് പരിപാടിയാണ്? 2000 കുറച്ചു. 2000 ഇല്ല, 2000 എടുത്ത് കളഞ്ഞു. അതെടുത്ത് കളഞ്ഞു. അതും എടുത്ത് കളഞ്ഞു. 5000 ഉണ്ട് ഇപ്പോൾ, കുറച്ചുള്ള 5000. 50 രൂപ ഉണ്ട് പിന്നെ കുറേ. കൂട്ടിയില്ലല്ലോ. ഇല്ല, 50 രൂപ പ്രൈസ് വന്നിട്ടുണ്ട്. 50 രൂപയുടെ അത് എന്നത്തിന് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്? പിച്ചക്കാരന് കൊടുക്കുന്ന പോലെ 50 രൂപ സർക്കാർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പഴയ രീതിയിൽ ഓടിയാൽ മതിയായിരുന്നു. അപ്പോൾ നഷ്ടമല്ലേ? നഷ്ടക്കച്ചവടമല്ലേ? പിന്നെ നഷ്ടമല്ലേ? ചിലപ്പോൾ 8-10 കയ്യിരുന്ന് പോവല്ലേ? ഇപ്പോൾ കയ്യിൽ തന്നെ കുറേ ഉണ്ടല്ലോ. കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇപ്പം കാശില്ല. ബാക്കിയല്ല, ഇതെടുക്കാൻ കാശ് വേണ്ടേ? കടം മേടിച്ചാണ് എടുക്കണം. പിന്നെ അല്ല തന്നെ ഇത് 10 കയ്യിരുന്ന് പോയാൽ ആരാ തരുന്നത്? കമ്മീഷനും കിട്ടിയില്ല. ഇത് അടി കിട്ടിയെങ്കിലല്ലേ കമ്മീഷൻ കിട്ടും. അതാ ഇതിൽ അടി കിട്ടുന്നില്ലല്ലോ. സർക്കാർ കൊടുക്കുന്നുണ്ടോ? ചായക്കാശെങ്കിലും കിട്ടണുണ്ടോ? ചായക്കാശ് പോയിട്ട് വെള്ളക്കാശ് കിട്ടിയല്ലോ.
ഓക്കെ ഓക്കെ സർക്കാർ ഒന്നുകൂടെയൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാനുണ്ട്. ചെയ്യാന്ന് ആലോചിച്ചല്ലേ, സാധാരണക്കാരുടെ ഒപ്പം നിൽക്കേണ്ട സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് ആ സർക്കാർ ഇങ്ങനെ ചെയ്യരുത്. ഇത് നമ്മുടെ സർക്കാരാ, ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചേട്ടാ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലേ? കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? എൻ്റെ പേര് വിജയൻ. അതാ ഒന്നുകൂടെയൊക്കെ ഒന്നുകൂടെയൊക്കെ നന്നായി ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ പാർട്ടി പ്രവർത്തകർ അടക്കണ അഭിപ്രായം പറയണത് കൊള്ളാം കൊള്ളാം. എന്ന് പറഞ്ഞാലും ഈ തൊഴിലാളിയെ ഒന്ന് നോക്കി വേണം ഏത് സർക്കാരും ചെയ്യാൻ. പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ. തൊഴിലാളിയുടെ നട്ടലായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. പക്ഷേ ഇന്ന് തൊഴിലാളിയെ ചൂഷണം ചെയ്യുക. ഇത് തൊഴിലാളികളുടെ ഏറ്റവും കൂടുതൽ പിന്നെ ചീത്തയേക്കുന്ന സർക്കാരായി മാറി. സംശയം തന്നെ. തൊഴിലാളിയുടെ ഏറ്റവും ചീത്ത പറയുന്നത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞങ്ങൾ ഒരു 30 എണ്ണം എടുത്തെന്നാൽ ഒരു 3-4 എണ്ണം 5 എണ്ണം എങ്കിലും കയ്യിരിക്കും. ചിലവാകുന്നില്ല, ആർക്കും വേണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെടുത്താൽ ഒന്നും കിട്ടുകയില്ല. ഒരാൾ പറഞ്ഞ നാരങ്ങ മിഠായി മേടിക്കാനാണോ 50 രൂപ? നാരങ്ങ മിഠായിക്ക് 50 രൂപ, അതൊക്കെ പിച്ചക്കാശുകളാണ്, ചുമ്മാ വേണ്ട അല്ലേ? പിന്നെ അതൊന്നും വേണ്ട. തൊഴിലാളിയെ എടുക്കുന്നവനെ എടുത്താൽ മതി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ധാർഷ്ട്യം ഉണ്ടെങ്കിലോ സർക്കാരിന്? എടുക്കുന്നവനെ നിർത്തിയാക്കാൻ പറയണം. സർക്കാരിന്റെ ഗുണം അങ്ങ് നിർത്തിയാക്കണം അല്ലേ? പിന്നല്ലേ അടിച്ചിറക്കരുത്. അടിച്ചിറക്കിയ ഒരു വിശേഷമില്ല. ഈ ഇല്ലേ, എലിയെ പേടിച്ച് ഇല്ലത്തിന് തീ വെച്ചാൽ എലി ചാടി ഇല്ലേ പോവുള്ളൂ അല്ലേ? തൊഴിലാളി അവനെങ്ങനെയെങ്കിലും ജീവിക്കും തീർച്ചയായിട്ടും. ചേട്ടാ എന്താ ചേട്ടന് പറയാനുള്ളത്? 50 രൂപ മുടക്കി ഇട്ട് 50 രൂപ ഭാഗ്യം, അതേ ഇവിടുത്തെ കണക്കായത്. സർക്കാരിന്റെ ഒരു ബുദ്ധി. അങ്ങനെ മനുഷ്യനെ കളിപ്പിക്കലെന്ന് പറ, അങ്ങനെ കൊടുക്കലെന്ന് പറ. 50 രൂപ മുടക്കിയിട്ടാണ് 50 രൂപ കിട്ടുമ്പോൾ ഭാഗ്യക്കുറിയാണെന്ന്. ഇവനൊക്കെ ഇവിടുത്തെ അത് ഭാഗ്യമാണോ? ഭാഗ്യമല്ല, തട്ടിപ്പാണ്. തട്ടിപ്പല്ലേ അത്? മൊത്തമേ തട്ടിപ്പാ. 1000-ൽ നിർത്തി, 2000-ൽ നിർത്തി, 5000-ൽ കുറച്ചു. ഇതൊക്കെ മനുഷ്യന് പ്രതികരിക്കാൻ വിചാരിച്ചിട്ടാണോ? ഞങ്ങളുടെ എല്ലാം കാശ് പോവാന്ന് പറ, എന്നോട് പറ. നേരത്തെ 8000 ഉണ്ടായിരുന്നു. ഇതാണോ ആരെങ്കിലും ചെയ്യുമോ? ഇത് എന്താണ് ഇപ്പൊ തന്നെ ഇങ്ങനെ ചെയ്ത്? അതെ, 50 രൂപ മുടക്കിയിട്ട് 50 രൂപ കിട്ടുക, അതിന് ആ പിന്നെ ഭാഗ്യമാണെന്ന് എന്തോ പറയാനാ? ഇതിന് മറുപടി ആര് പറയാനാ? ലോട്ടറി ഞാനിപ്പോ 10-12 വർഷമായി. 15 വർഷത്തോളം. ഏത് ഈ ഒരു പ്രശ്നം, ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഡെയിലി കാശ് പോകുന്നുണ്ട്, എന്നാലും നമ്മൾ ബിസിനസ്സിലൊക്കെ നടക്കുക. ഇപ്പൊ ചേട്ടൻ എടുക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? എല്ലാം കുറച്ചു. ഇപ്പൊ എടുക്കാറുണ്ടോ ടിക്കറ്റ്? പിന്നെ ടിക്കറ്റ് എടുക്കാതെ എങ്ങനെ എടുക്കാൻ പറ്റുമോ? ഞങ്ങളും വെള്ളം കുടിച്ച് പോകണ്ടേ? അപ്പൊ നിങ്ങളുടെ വയറ്റത്തടിക്കണ പോലെ? അതെ തീർച്ചയായിട്ടും. അത് കൊടുക്കണം, TV കൊടുത്തേക്കണം. തീർച്ചയായിട്ടും. പിന്നെ ചേട്ടന്റെ ഒരു അഭിപ്രായം, ഇത് എങ്ങനെ മാറ്റണമെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? മറ്റേന്ന് പറഞ്ഞാൽ ഈ പഴയ പോലെ 2000 1000 ഒക്കെ വെക്കണം, എങ്കിലല്ലേ ആർക്കെങ്കിലും ഒരു ചായയെങ്കിലും, ഒരു ഭാഗ്യക്കുറി അടിച്ച് ഒരു ചായയെങ്കിലും കുടിക്കാൻ നമുക്ക് കിട്ടണ്ടേ? അതിന് ഒരു 50 രൂപ മുടക്കിയാൽ ഒരു 200 രൂപയെങ്കിലും കിട്ടണ്ടേ? ഈ സെക്കൻഡ് പ്രൈസ് എത്ര ഉണ്ട് ഇപ്പോൾ? അതൊക്കെ ചുമ്മാ 40 കൊടുക്കും, നാളെ 70 കൊടുക്കും. ഇതൊക്കെയാണോ കളികള്? അതൊക്കെ കുറച്ച് ചെറിയ പ്രൈസുകൾ കൂട്ടണം. ചെറിയ പ്രൈസുകൾ കൂട്ടണം. 1000-ന്റെ 2000-ന്റെ ഒക്കെ പ്രൈസ് കൂട്ടാൻ പറ, 500-ന്റെ ഒക്കെ. അല്ലാതെ 50 എടുത്ത് കളയാൻ പറ. ഇതൊക്കെ മുഴുവനെ കളിപ്പിക്കുന്നതല്ലേ? ചേട്ടൻ്റെ പേര്? വിശ്വനാഥൻ. കേട്ടില്ലേ? അത്രത്തോളം രോഷമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇതിൽ കച്ചവടക്കാരുണ്ട്, കാൽനടയായി ടിക്കറ്റ് വിറ്റിരുന്നവരുണ്ട്, ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സർക്കാർ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. പലരുടെയും അഭിപ്രായങ്ങൾ ശരിക്കും കണ്ണ് നനയിക്കുന്നതാണ്.